ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള സംശയ ദൂരീകരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ കത്തിലേക്ക് പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ അഞ്ചലിൽ നിന്നും എഴുതുന്നു. ഇവിടെ വീട് പണിത് താമസമായിട്ട് 6 വർഷത്തോളമായി. ഞാൻ വിദേശത്താണ്, എന്നാലും പലവിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്ഥിരമായി ദേവാമൃതം കാണുന്ന വ്യക്തിയാണ്. ഞാൻ സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ പ്ലാനും ഡീറ്റെയിൽസും അയക്കാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഈ കത്ത് എഴുതുന്നത്. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്ന് PK ശിവദാസ്, അഞ്ചൽ. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വാസ്തു സംബന്ധമായിട്ട് നല്ല ദോഷങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ മെയിൻ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ കിഴക്ക് വടക്ക് പോർഷൻ ഇവരൊരു റൗണ്ട് ചെയ്താണ് പോയിരിക്കുന്നത്. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അവിടെ റൗണ്ട് ഷേപ്പിലാക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ധനത്തെയും നമ്മുടെ ഐശ്വര്യത്തെയും സ്വസ്ഥതയും ഒക്കെ അത് ബാധിക്കും. സാമ്പത്തികമായിട്ട് നമുക്കൊരു ഉയർച്ച ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഇത് മരണച്ചുറ്റി നിൽക്കുന്ന വീടായിട്ടാണ് കാണുന്നത്. ഒരു 130 സെൻറ്റിമീറ്റർ കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചുറ്റളവ് നമ്മൾ കൃത്യമായിട്ട് കിട്ടും. അതുപോലെ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ വടക്ക് ഭാഗം വടക്കോട്ട് നീണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് താമസിക്കുമ്പോൾ പുരുഷന്മാർക്ക് ദോഷമാണ്. അതുപോലെ പല വിധത്തിലുള്ള കേസുകളിൽ ചെന്ന് പെട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇതിനകത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം. കാരണം വെച്ചാൽ നമുക്ക് സാമ്പത്തികമല്ല വിഷയം, ഏതെങ്കിലും മനസ്സറിയാത്ത കാര്യങ്ങളിലൊക്കെ പോലീസ് കേസുകളിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതിൻ്റെ വടക്കോട്ട് നീണ്ടിരിക്കുന്ന വടക്ക് ഭാഗം കട്ട് ചെയ്ത് സ്ക്വയർ ആക്കി എടുക്കുക. അതുപോലെ തെക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തിനേക്കാളും കൂടുതൽ ഇതിനകത്ത് സ്ഥലം കാണുന്നുണ്ട്. കാരണം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്ഥലം ഒരുപാടായി കഴിഞ്ഞാൽ കടബാധ്യതകൾ കൂടാം, കുട്ടികളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കാം. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കാം. എപ്പോഴും നമുക്കൊരു വീടെടുക്കുമ്പം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് വേണം. കിഴക്ക് ഭാഗത്തേക്കാളിലും വടക്ക് ഭാഗത്തേക്കാളിലും ഏറ്റവും കുറവ് സ്പേസ് ആയിരിക്കണം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വരാനായിട്ട്. അതുപോലെ മെയിൻ ഡോറിന് നേരെ ഒരു സ്റ്റെയർ കേസ് കാണുന്നുണ്ട്. മെയിൻ ഡോറിന് നേരെ ചവിട്ടി കയറത്തേക്കൊണ്ടുള്ള സ്റ്റെയർ കേസ് വന്നാൽ ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആൾക്കാർക്ക് ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ 4 പേര് താമസിക്കുന്നെങ്കിൽ 4 പേർക്ക് ഒരുപോലെ ഇത് വരണമെന്നില്ല. ചിലപ്പം ജാതകത്തിലൂടെയൊക്കെ ചിലപ്പോൾ മോശം സമയമൊക്കെ ആയി വരുന്ന വ്യക്തിക്കായിരിക്കാം കൂടുതലായിട്ട് ഇത് എഫക്റ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ഒരു സ്ക്രീനോ എന്തെങ്കിലും കൊടുത്തിട്ട് എന്നെ മറച്ചു കഴിഞ്ഞാൽ ആ വിഷയം മാറി കിട്ടും. അതുപോലെ പൂജാമുറിയുടെ വാതിൽ വീടിന് വെളിയിലോട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ ഈ പൂജാമുറി ചെയ്യുമ്പം ഇതിൻ്റെ വാതിൽ ഇതിൻ്റെ ഹാളിലേക്ക് തുറക്കത്തക്കവണ്ണം പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു നായ്ക്കൂട് കാണുന്നുണ്ട്. നായ്ക്കൂട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാസ്തുവിധി പ്രകാരം കൃത്യമായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് നായ്ക്കൂട് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന നായ്ക്കൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷനോ അസുഖങ്ങളോ പെട്ടെന്ന് മരിച്ചു പോകുന്നതൊക്കെ ആയിട്ട് കണ്ടുവരാറുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ്. കാരണം വെച്ചാൽ അവിടുത്തെ അധിപൻ എന്ന് പറയുന്നത് തീയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നായ്ക്കൂട് വന്നു കഴിയുമ്പം അതിന് തൊലി സംബന്ധമായിട്ടോ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം. അതിൻ്റെ ആയുസിനൊക്കെ ദോഷമാണ്. അപ്പം നായ്ക്കൂട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പം ഇപ്പം നിലവിൽ ഇവരെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ചില വീടുകളിലൊക്കെ വീടിന് പുറത്തായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരാധനയ്ക്കുള്ള പ്രത്യേകിച്ചൊരു മുറി എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ഥാനം ഈ പറയുന്ന പോലെ നമ്മൾ വളർത്തുമൃഗങ്ങളുടെ കൂടും ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപിച്ചിരിക്കുന്ന മുറിയും തമ്മിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് വാസ്തുവിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പൂജാമുറി ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരെയും കൊടുക്കുന്നത് വീടിനകത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ മാക്സിമം അത് കിഴക്കുടക്ക് ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ പൂജാമുറി നമ്മൾ പ്ലാൻ ചെയ്യുക. പിന്നെ കിഴക്കുടക്ക് ഭാഗത്ത് നമുക്ക് ചിലപ്പം പൂജാമുറിയായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ പൂജാമുറി ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ പവർഫുള്ളാണ്. അപ്പം നമുക്കൊരു വീട്ടിൽ ശുദ്ധമൊക്കെ നോക്കുന്നവരാണെങ്കിൽ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ആ പൂജാമുറി. അപ്പം ഇപ്പം ഞാൻ വരയ്ക്കുന്ന പ്ലാനിൽ കൂടുതലും ഞാൻ കിഴക്കുടക്ക് ഭാഗത്താണ് ഞാൻ പ്രിഫർ ചെയ്യുക. 2, നായ്ക്കൂടിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഇപ്പം ചില വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പട്ടിക്കൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മതിലിലോട്ട് ചേർത്ത് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷേ നായ്ക്കൂട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റായിട്ട് തന്നെ നമ്മൾ കണക്കെടുത്തിട്ട് തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ ചില കോർണറിലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അതിൻ്റെ കോർണർ മുറിവുകളോ ഒന്നും തട്ടാതെ വേണം നമ്മളത് പ്ലാൻ ചെയ്യുവാനായിട്ട്. പക്ഷേ നായ്ക്കൂടിന് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് പോർഷനാണ്. കാരണം വെച്ചാൽ
അവിടെ നമ്മൾ നായ്ക്കൂടോ അല്ലെങ്കിൽ കോഴിയൊക്കെ വളർത്തുന്ന ചെറിയ ഫാമുകളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും അതിന് പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതിന് ആരോഗ്യം ഉണ്ടാകുന്നതിനും ഒക്കെ അത് കാരണമായി തീരും. കാരണം വെച്ചാൽ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ തെക്കിഴക്ക് ഭാഗത്തായിട്ടാണ് നായ്ക്കൂട് വെച്ചിരിക്കുന്നത്. തെക്കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അഗ്നിയുടെ കോണാണ്. അപ്പോൾ ആ ഭാഗത്ത് നായ്ക്കൂടോ അല്ലെങ്കിൽ മറ്റ് കോഴിയെ വളർത്തുകയോ അല്ലെങ്കിൽ താറാവിനെ വളർത്തുന്നതൊക്കെ കൂടെ അവിടെ ആക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരികയും അത് പെട്ടെന്ന് ചത്തുപോവുകയൊക്കെ ചെയ്യാറുണ്ട്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് നായ്ക്കൂടുകൾ വെക്കാറുണ്ട്. കാരണം ഒരു കാരണവശാലും നമുക്ക് കിഴക്കുടക്ക് ഭാഗത്ത് നായ്ക്കൂട് വരാൻ പാടില്ല. അത് തന്നെയല്ല, നായ്ക്കൂടുകൾക്കും ആയാലും മൃഗങ്ങൾക്കാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഏറ്റവും ബെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് പോർഷൻ തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നായ്ക്കളെയോ അല്ലെങ്കിൽ പശുക്കളെയോ അല്ലെങ്കിൽ നമ്മൾ താറാവ് കോഴിയൊക്കെ വളർത്തുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി നല്ല ഗ്രോത്ത് കിട്ടുകയും നല്ല ഫലം തരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഇവർക്ക് ഒരു വിധത്തിൽ ഈ കോമ്പൗണ്ടിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാസ്തുവിൻ്റെ ചട്ടപ്രകാരം നമുക്ക് ഒരു കോമ്പൗണ്ട് വാൾ തിരിച്ച് അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷനോ വല്ലതും തിരിച്ചിട്ട് ദോഷങ്ങൾ വരാത്ത രീതിയിലേക്ക് നമ്മളത് പ്ലാൻ ചെയ്ത് മാറ്റേണ്ടി വരും. എങ്കിലേ നമുക്കതുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനകത്ത് താമസിക്കുന്ന ജീവികൾക്കാണെന്നുണ്ടെങ്കിലും ആയുസ്സും ആരോഗ്യമൊക്കെ അതുവഴി കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണങ്ങൾക്കുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെ സമീപിക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കുമൊക്കെ ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു പുതുമയാർന്ന യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.